ലോകം മുഴുവനും ദുഃഖത്തിലായ ഒരു വാർത്തയാണ് കത്തോലിക്ക സഭയുടെ ഫ്രാൻസിസ് മാർപ്പാപ്പ കാലമടഞ്ഞു എന്ന വാർത്ത. ലോകം മുഴുവനും വളരെയധികം ദുഃഖത്തിലായിരുന്നു. ഏകദേശം കോടിക്കണക്കിന് സഭാംഗങ്ങളുള്ള കത്തോലിക്ക സഭ, ലോകം മുഴുവനും പരന്നു കിടക്കുന്ന കത്തോലിക്ക സഭ, അതിൻ്റെ ഔന്നത്യ അലങ്കാരം എന്ന് പറയുന്നത് ഫ്രാൻസിസ് മാർപ്പാപ്പ തന്നെയായിരുന്നു. അദ്ദേഹം കാലമടഞ്ഞു എന്ന വാർത്തയാണ് ലോകം മുഴുവനും കഴിഞ്ഞ ആഴ്ചകളിൽ അറിഞ്ഞത്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തെക്കുറിച്ചുള്ള സംസാരമാണ് ഇന്നിപ്പോൾ ലോകം മുഴുവനും സംസാരിക്കുന്നത്. ഒരു ആത്മീയ നേതാവിൻ്റെ ജീവിതം എങ്ങനെയായിരിക്കണം എന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് അദ്ദേഹത്തിൻ്റെ ജീവിതം എന്ന് പറയുന്നത്. അദ്ദേഹത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ, അദ്ദേഹം മരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ സമ്പാദ്യം എന്ന് പറയുന്നത് വെറും $100, ഏകദേശം 8500 രൂപ മാത്രമാണ്. ഇന്ത്യൻ മണിയോടുള്ള ബന്ധത്തിൽ നമുക്ക് കണക്കൂട്ടുമ്പോൾ $100 മാത്രമായിരുന്നു. അദ്ദേഹത്തിന് വേണമെങ്കിൽ കോടിക്കണക്കിന് രൂപ സമ്പാദിക്കാനുള്ള ഒരു ക്രമീകരണം അദ്ദേഹത്തിൻ്റെ സ്ഥാനത്തുണ്ട്. പ്രതിവർഷം 340,000 യൂറോ, അതായത് 3,25,00,000 രൂപ അദ്ദേഹത്തിന് ഒരു വർഷം ലഭിക്കാമായിരുന്നൊരവസരമുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ സ്ഥാനത്തോടുള്ള ബന്ധത്തിൽ. എന്നാൽ അതെല്ലാം വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് നിസ്സാരമായൊരു ജീവിതം നയിക്കുവാൻ ആഗ്രഹിച്ചൊരു മനുഷ്യൻ. എനിക്കിത് കേൾക്കുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് ഇങ്ങനെയാണ്. യേശുക്രിസ്തു പറഞ്ഞൊരു കാര്യമുണ്ട്: പാമ്പുകൾക്ക് മാളമുണ്ട്, പറവകൾക്ക് ആകാശമുണ്ട്, എന്നാൽ മനുഷ്യപുത്രന് തലചായ്ക്കാൻ മണ്ണിലിടമില്ല. ഈ ലോകം മുഴുവനും സൃഷ്ടിച്ച ഒരു നേതാവായിരുന്നു, ഒരു ദൈവമായിരുന്നു യേശുക്രിസ്തു എന്ന് പറയുന്നത്. എന്നാൽ യേശുക്രിസ്തു പറയുന്നൊരു കാര്യമുണ്ട്: എനിക്ക് മണ്ണിൽ തലചായ്പാൻ മണ്ണിൽ ഇടമില്ല. കാരണം എന്താ? ഞാൻ ഈ ലോകത്തിൻ്റെ അവകാശങ്ങൾ കൈയെടുക്കാൻ വരുന്നവനല്ല. എനിക്ക് അവകാശമായത് ഉയരത്തിലുള്ളതാണ്. ഈ ലോകത്തിലെ അവകാശങ്ങളെല്ലാം ഇല്ലാത്തവർക്ക് കൊടുക്കുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇതാണ് യേശുക്രിസ്തുവിൻ്റെതായ പഠനമെന്ന് പറയുന്നത്. ഇതുപോലെ തന്നെയായിരുന്നു മാർപ്പാപ്പയുടെ പഠനം. വളരെയധികം ആകർഷിക്കുന്ന തലത്തിലുള്ളൊരു പഠനമായിരുന്നു. കാസ സാന്ത മാൾട്ടയിൽ എന്ന് പറയുന്ന ഒരു ചെറു ഭവനത്തിൽ മാത്രമായിരുന്നു അദ്ദേഹം താമസിച്ചിരുന്നത്. എത്രയോ ആഡംബരമായ ഒരു സൗധങ്ങൾ അദ്ദേഹത്തിന് വേണ്ടി കെട്ടിപ്പടുക്കാമായിരുന്നു. പക്ഷേ വേണ്ട, ഞാനങ്ങനെ ആഡംബരദാഹിയല്ല എന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞ ഒരു നേതാവായിരുന്നു ഇദ്ദേഹം. ഒരു കിടക്ക, ഒരു മേശ മാത്രമായിരുന്നു അദ്ദേഹത്തിൻ്റെ സമ്പാദ്യമെന്ന് പറയുന്നത്. ഇന്ന് നമുക്കറിയാം, ആത്മീയ ലോകത്തിലെ എത്രയോ നേതാക്കന്മാർ ആഡംബരത്തിന് വേണ്ടി മാത്രം നിലകൊള്ളുന്ന വ്യക്തികൾ. ചെറിയൊരു സഭയുടെ നേതാവാകുമ്പോഴത്തേക്കും, ചെറിയൊരു സഭയുടെ മൂപ്പനാകുമ്പോഴത്തേക്കും, അല്ലെങ്കിൽ പാസ്റ്റർ ആകുമ്പോഴത്തേക്കും, അച്ഛനാകുമ്പോഴത്തേക്കും എത്രയോ ആഡംബരമായ കാര്യങ്ങളാണ് അവർ ഉപയോഗിക്കുന്നത്. മാർപ്പാപ്പ ഉപയോഗിച്ചിരുന്നൊരു ചെറിയൊരു ഫോർഡ് കാറ് മാത്രമാണ്. എന്നാൽ ഇന്ന് മെഴ്സിഡീസ് ബെൻസും BMW-യും ലുമിസൻസും അങ്ങനെ നിരവധി ഏറ്റവും വില കൂടിയ ആഡംബര കാറുകൾ മാത്രം ഉപയോഗിക്കപ്പെടുന്ന നേതാക്കന്മാർ. മാതൃകയാണ് നമുക്ക് മാർപ്പാപ്പയിൽ നിന്ന് പഠിക്കേണ്ടത്. ഇദ്ദേഹം മരിച്ചപ്പോൾ ഒരു സങ്കീർണമായ വിൽപ്പത്രം അദ്ദേഹത്തിൻ്റെ കയ്യിലില്ലായിരുന്നു. കോടിക്കണക്കിന് സ്വത്തുള്ളവർക്കേ സങ്കീർണമായൊരു വിൽപ്പത്രത്തിൻ്റെതായ കാര്യമുണ്ടായിരുന്നുള്ളൂ. അങ്ങനെയൊന്നും ഇദ്ദേഹത്തിനില്ലായിരുന്നു. എന്നാൽ ഇദ്ദേഹത്തിൻ്റെ എളിമ, സേവനം, ആഡംബരമില്ലായ്മ, ലളിതമായ ജീവിതം, അങ്ങനെയൊക്കെ ഇതിനെക്കുറിച്ച് പഠിക്കുമ്പോൾ വളരെയധികം ആകർഷിക്കുന്ന തലത്തിലുള്ള ഒരു നേതാവായിരുന്നു ഇദ്ദേഹം എന്ന് പറയുന്നത്. ഇന്ന് നാം പഠിക്കേണ്ട ഒരു കാര്യം എങ്ങനെയാണ്? നാം സേവിക്കേണ്ടത് മറ്റുള്ളവരെയാണ്. മാർപ്പാപ്പ പറഞ്ഞൊരു കൊട്ടേഷനാണ് എന്നെ വളരെയധികം ആകർഷിച്ചത്. ഞാൻ ഈ ഒരു ഓഡിയോ വീഡിയോ തയ്യാറാക്കുവാൻ എന്നെ പ്രേരിപ്പിച്ചൊരു ഘടകമെന്ന് പറയുന്നത് ഈ ഒരു 3 വാക്കുകളാണ്. നിങ്ങൾ എന്താണോ, അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ഇതാണ്: നിങ്ങൾ എന്താണോ സ്വന്തമാക്കുന്നത് അതാണ് പ്രധാനം. രണ്ടാമത്, നിങ്ങൾ ആര് എന്നതാണ് പ്രധാനം. ഒന്ന്, നിങ്ങൾ എന്താണോ സ്വന്തമാക്കുന്നത് അതാണ് പ്രധാനം. ഞാനൊരു ആത്മീയ നേതാവാണെന്ന് അദ്ദേഹത്തിന് ഉറപ്പുണ്ടായിരുന്നു. അദ്ദേഹം സ്വന്തമാക്കിയതൊരു ആത്മീയ നേതൃത്വമാണ്. അതുകൊണ്ട് ആത്മീയമല്ലാത്തൊരു കാര്യം ഞാൻ കൈകാര്യം ചെയ്യില്ല എന്ന് താൻ ദൃഢനിശ്ചയമെടുത്തൊരു മനുഷ്യനായിരുന്നു. അങ്ങനെ ആരെങ്കിലും അങ്ങനെ ഒരു ലക്ഷ്യത്തോടു കൂടി പ്രവർത്തിക്കുന്നവരായിരുന്നെങ്കിൽ എത്രയോ സഭകൾ
എത്രയോ സഭകൾ, ചെറുസഭകളെല്ലാം രക്ഷപ്പെട്ടേനെ. ഇനി രണ്ടാമത്, നിങ്ങൾ ആരെന്നതാണ് പ്രധാനം. ഞാൻ ആര് എന്നുള്ള ചിന്ത നമ്മൾ ഭരിക്കേണ്ടിയിരിക്കുന്നു. ഇനി മൂന്നാമത്തത് ഇങ്ങനെയാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്, മറ്റുള്ളവർക്ക് വേണ്ടി എന്താണ് ചെയ്യുന്നത് എന്നതാണ് പ്രധാനം. ഈ 3 കാര്യങ്ങളാണ് ഇദ്ദേഹത്തെ വളർത്തിയതെന്നാണ് ഈ മാർപ്പാപ്പ അവകാശപ്പെടുന്നത്. നിന്നെപ്പോലെ തന്നെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക. ഇത് ക്രിസ്തുവിൻ്റെ വചനമാണ്. നിന്നെപ്പോലെ തന്നെ നിന്റെ കൂട്ടുകാരനെ സ്നേഹിക്കുക. രാത്രി നിന്റെ കൂട്ടുകാരൻ നിന്റെ കതകവേൽ മുട്ടുമ്പോൾ, ഇല്ല നാളെ തരാം, ഇന്ന് നീ പൊയ്ക്കൊള്ളുക എന്ന് പറയുന്ന ആ വാക്ക് നീ ഉപയോഗിക്കരുതെന്ന് സദൃശ്യവാക്യത്തിൽ പറയുന്നുണ്ട്. മറ്റുള്ളവർക്ക് വേണ്ടി എന്താണ് ചെയ്യുന്നത് അതാണ് പ്രധാനമെന്ന് പറയുന്നത്. മാർപ്പാപ്പയുടെ ജീവിതം എടുത്തു നോക്കുമ്പോൾ അദ്ദേഹം ഈ സഭയ്ക്കും ഈ ലോകത്തിനു വേണ്ടി എന്തൊക്കെ ചെയ്തു എന്നുള്ളത് വളരെ പ്രധാനമർഹിക്കുന്നൊരു വിഷയം തന്നെയാണ്. ഒരു ആത്മീയ നേതാവിൻ്റെ ജീവിതം എങ്ങനെയായിരിക്കണമെന്ന് വ്യക്തമായി തിരിച്ചറിയുന്ന തലത്തിലേക്ക് ഇദ്ദേഹം ഒരു ഐഡിയലായി മാറുകയാണ്. ഇദ്ദേഹം ഒരു നേതാവായി മാറുകയാണ്. ഇത് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ അധികം നീട്ടിക്കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നില്ല. ഈ ദിവസങ്ങളിൽ ചില ആത്മീയ നേതാക്കൾ ഈ ലോകത്തുണ്ട്. ഇവരെല്ലാവരും ജീവിക്കേണ്ടത് എങ്ങനെയാണെന്നറിയാമോ? നിങ്ങൾ എന്താണോ സ്വന്തമാക്കുന്നത് അതാണ് പ്രധാനം. നിങ്ങൾ ആത്മീയമായതാണ് സ്വന്തമാക്കിയത്. ആത്മീയ നേതാക്കൾ എന്ന് പറയുന്നത് ആത്മീയമായതാണ് നിങ്ങൾ സ്വന്തമാക്കിയത്, അതായിരിക്കണം പ്രധാനം. അല്ലാതെ ലൂമിസൻസ് കാറിലോ ഫോർഡ് കാറിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ലക്ഷറി കാറിലോ സഞ്ചരിക്കുന്ന ആഡംബര വീടുകൾ സഞ്ചരിക്കുന്നതും സ്വത്തുകൾ വാങ്ങിക്കൂട്ടുന്നതും വരുമാനമാർഗം ഉണ്ടാക്കുന്നതുമല്ല പ്രധാനം. നിങ്ങളൊരു ആത്മീയ നേതാവാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇതായിരിക്കണം. ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ കൂടി നാം കണ്ടറിഞ്ഞ സന്ദേശം അത് തന്നെയാണ്. അതേപോലെ മറ്റുള്ളവർക്ക് വേണ്ടി എന്താണ് ചെയ്യുന്നത് അത് തന്നെയാണ് പ്രധാനം. ഞാൻ നീട്ടിക്കൊണ്ടുപോകുന്നില്ല. ഈ സന്ദേശം നിങ്ങളെല്ലാവരും ബലപ്പെടുത്തുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുകയാണ്. ഇവാഞ്ചലിസ്റ്റ് പ്രേംജിത്ത് ജോർജ്, നിലമ്പൂർ.